അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ ചാനലിൽ. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മുസ്ലിം സമൂഹമേ, ഇതൊന്ന് കേൾക്കൂ എന്ന ഹെഡിങ്ങിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് മാഷാ അല്ലാഹ് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ട്, കുറേ ലൈക്കും കിട്ടിയിട്ടുണ്ട്, കുറേ സബ്സ്ക്രൈബും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ്, സഹകരിച്ച ആളുകൾക്ക്. എന്നാൽ അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? ചില ആളുകൾ വളരെ മോശപ്പെട്ട ചില കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമൻറ്റുകൾ സ്വാഭാവികമാണ്, എല്ലാ വീഡിയോയിലും ഉണ്ടാവും കമൻറ്റുകൾ. എനിക്കതുണ്ടാവാറില്ല, പക്ഷേ പല യൂട്യൂബേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര നല്ല യൂട്യൂബേഴ്സ് ആണെങ്കിലും അതിനൊക്കെ അടിയിൽ ഈ ബാഡ് കമൻറ്റ് എഴുതുക എന്നുള്ളത് ചില ആളുകൾക്കൊരു ഒരു രോഗമാണ്. അവരുടെ ചികിത്സ നമ്മുടെ അടുത്തില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ബാഡ് കമൻറ്റ് എഴുതുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് മാറും. എങ്ങനെ ദോഷമായിട്ട് മാറുക? ഒരു മുസ്ലിമിൻ്റെ വിശ്വാസപ്രകാരം ഒരാളെ ചീത്ത പറഞ്ഞാൽ അത് അവൻ മാപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. ഇനി മുസ്ലിം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് മുസ്ലിമിൻ്റെ വിശ്വാസം. മറ്റുള്ളവൻ ആ വിശ്വാസം അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ബാഡ് കമൻറ്റ് എഴുതുന്ന ആൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടി മാന്യത പുലർത്തുക. നിങ്ങളുടെ കമൻറ്റ് എഴുതണ്ട എന്നാരും പറയില്ല, കുഴപ്പമില്ല. കമൻറ്റുകൾ ആ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഭാഷ നന്നാക്കണം. പോടാ ഊളെ എന്നൊക്കെയാണ് ചില ആളുകൾ എഴുതിയത്. പോടാ ഊളെ. ഊള എന്ന വാക്ക് കരളയെന്നല്ലല്ലോ, അല്ലേ? കരളയെന്നാണെങ്കിലും ഒക്കെ നമുക്ക് കുഴപ്പമില്ല. ഊള എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് വിഡ്ഢി എന്നാണ്. ഞാൻ ഒരു വിഡ്ഢിത്വം പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? നിങ്ങൾ കണ്ടു നോക്കൂ, ഒന്നും കൂടി കാണാത്ത ആളുകൾ ആ വീഡിയോ. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മുസ്ലിം സമൂഹമേ ഉണരൂ എന്നാണ് എൻ്റെ ഹെഡിങ്. നോക്കൂ, ഞാൻ എന്ത് വിഡ്ഢിത്തേ പറഞ്ഞു? ഒരു വിഡ്ഢിത്തം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താണ്? മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് സംഘടനകൾ ഉണ്ട്. അത് പരസ്പരം തല്ലാണ്. കുറേ പ്രാവശ്യം തച്ചു, ഇപ്പോഴും പലരും തച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തണം, സ്റ്റോപ്പ്. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ മനുഷ്യർക്കും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. അതിനാണ് ഞാൻ ഫലസ്തീൻ ഉദാഹരണം പറഞ്ഞത്. അഥവാ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നമ്മൾ മുന്നേറണം, നമ്മളെ മക്കൾ അതിനെ പഠിപ്പിക്കണം. ആ രംഗത്ത് അഥവാ ഭൗതിക വിദ്യാഭ്യാസം നല്ലവണ്ണം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിലെന്താണുള്ള വിഡ്ഢിത്തം എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എല്ലാവരും പരസ്പരം തല്ലി എന്നാണോ പറയേണ്ടത്? അതുപോലെ ആരും ഭൗതിക വിദ്യാഭ്യാസം അഭ്യസിക്കരുത് എങ്ങനെയാണോ പറയേണ്ടത്? അപ്പോൾ ഈ ബാഡ് കമൻറ്റ് എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടി സംസ്കാരം നിങ്ങളുടെ എഴുത്തിലുണ്ടായിരിക്കുക കേട്ടോ. പിന്നെ എന്നാൽ അതിൽ ഒരു കമൻറ്റ് കണ്ടു, ഒരുപാട് പേർക്ക് നല്ല കമൻറ്റുകൾ ഉണ്ട് അതിൽ.
ഒരു കമൻറ്റ്, അതിന് ഞാനിപ്പോൾ മറുപടി പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം. എന്താ കമൻറ്റ്? ഐ ലവ് മുഹമ്മദ്, എന്താ അഭിപ്രായം? അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഒരു മുസ്ലിം പേരാണ് കാണുന്നത്. എന്തായാലും അദ്ദേഹം ചോദിക്കുന്ന ഐ ലവ് മുഹമ്മദ് എന്താണ് അഭിപ്രായം? ഐ ലവ് മുഹമ്മദിനെ കുറിച്ച് എന്താ എനിക്ക് അഭിപ്രായം? പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള. അതിനെക്കുറിച്ച് നബി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്. ഐ ലവ് മുഹമ്മദിനെ കുറിച്ച് മുഹമ്മദ് നബി എന്താണോ പറഞ്ഞത് അത് തന്നെ എനിക്കും പറയാനുള്ളത്, വേറൊന്നും പറയല്ല. എന്താ മുഹമ്മദ് നബി പറഞ്ഞത്? എന്തത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂൻ അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്നാണ് ഐ ലവ് മുഹമ്മദിനെ കുറിച്ച് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അർത്ഥം? ലാ യുഅ്മിൻ അഹദുക്കും, നിങ്ങളാരും തന്നെ യഥാർത്ഥ സത്യവിശ്വാസിയാകൂല, എന്ത് കാര്യം ചെയ്തെങ്കിൽ അല്ലാതെ, ഹത്താ അകൂൻ അഹബ്ബു ഇലൈഹി, ഞാൻ അവരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആകുന്നത് വരെ, അവൻ എന്നെ സ്നേഹിക്കുന്നത് വരെ. എത്രത്തോളം സ്നേഹിക്കണം? മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം പിതാവിനേക്കാൾ, സ്വന്തം മക്കളെക്കാൾ, മറ്റുള്ള ആരെക്കാളും എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എങ്കിലേ നിങ്ങൾ യഥാർത്ഥ മുഅ്മിൻ, സത്യവിശ്വാസി ആവുകയുള്ളൂ എന്നാണ് പ്രവാചകൻ തന്നെ പറഞ്ഞത്. ഇനി അതിലാരപ്പം ഞാനെന്താ പറയേണ്ടത്? ഇനി പണ്ഡിതന്മാരുടെ വാക്ക് നോക്കൂ നിങ്ങൾ. മഹാനായ ഇമാം ബൂസി റഹ്മത്തുള്ളാഹി തങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. മഹാനായ ഇമാം ബൂസി റഹ്മത്തുള്ളാഹി. ഹുബ്ബുൻ നബിയ്യി, പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത്, വമദ്ഹുഹു, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയുക എന്നുള്ളതും, ഖൈറുൽ അമൽ, വളരെ നല്ലൊരു കാര്യമാണ്, ബെസ്റ്റ് ജോബ്, വളരെ നല്ല കാര്യമാണ്. വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ, അങ്ങനെ അവൻ ചെയ്താൽ, എങ്ങനെ? പ്രവാചകനെ അവൻ സ്നേഹിച്ചാൽ, യുബല്ലിഗുൽ അമൽ, അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ, നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ അതുവഴി അള്ളാഹു നിറവേറ്റി കൊടുത്തേക്കാം. അപ്പം അവൻ്റെ മുറാദുകൾ ഹാസിലാകാനുള്ള, നല്ല ഉദ്ദേശങ്ങൾ നിറവേറാനുള്ള ഒരു മാർഗമാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെയും പല പണ്ഡിതന്മാരും ഔലിയാക്കളൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചക പ്രകീർത്തനം വളരെ മഹത്തരമായ, അതോടെ പ്രവാചകനെ സ്നേഹിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയും പ്രവാചകനെ കുറിച്ചുള്ള കുറെ പാട്ട് പാടുക എന്നല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. നബിദിനം വരുമ്പം നബിനെ കുറിച്ച് കുറെ പാട്ട് പാടുക, കുറെ ചാടിക്കളിക്കുക, അങ്ങനെയല്ല. കുറെ ഒപ്പന അല്ലെങ്കിൽ കുറെ ദഫ്, അതല്ല. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നാം പിന്തുടരുക എന്നുള്ളതാണ്. അവിടുത്തെ മഹത്തായ മാതൃകകൾ, ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. എങ്ങനെയാണ് നമ്മുടെ ഈ ഭൗതിക ഈ ലോകത്ത് ജീവിക്കാൻ പറഞ്ഞത്, അങ്ങനെ ജീവിക്കുക. അതാണ് യഥാർത്ഥ ആ വ്യക്തിയോടുള്ള സ്നേഹം, പ്രവാചകനുള്ള സ്നേഹം, അല്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് തന്നെ പറയുള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ എന്താ ഇത് ചോദിക്കാനുള്ള കാരണം? ഇതിപ്പോ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതിന്റെ കാരണം നമുക്കറിയാം, ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളെ നബിദിനവുമായി ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ഈ ഐ ലവ് മുഹമ്മദ് എന്ന പ്ലാക്കാർഡ് ഉയർത്തി അവരുടെ പരിപാടി അവിടെ സംഘടിപ്പിച്ചു. അത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല, അവിടെ പ്രശ്നമുണ്ടായി, കച്ചറയുണ്ടായി. ഇതാണ് ഇപ്പൊ ഇതിന്റെ പാശ്ചാത്തലം. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അത് അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, അല്ലേ? പക്ഷേ ഒരാൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാലും, ഐ ലവ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലും, ഐ ലവ് ശ്രീരാമൻ എന്ന് പറഞ്ഞാലും, ഐ ലവ് യേശു എന്ന് പറഞ്ഞാലും എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം.
എന്തിനാ അതിൻ്റെ പേരിൽ മറ്റുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു വിഭാഗം ഐ ലവ് കൃഷ്ണൻ എന്ന് പറയാ, ഞാൻ എന്തിനാ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്താ അതിൻ്റെ പേരിൽ ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആവശ്യം? അത് അവർ പറഞ്ഞോട്ടെ, അവർക്ക് അദ്ദേഹത്തോടാണ് സ്നേഹം പ്രകടിപ്പിച്ചോട്ടെ. വേറെ വിഭാഗത്തിന് ഐ ലവ് യേശു, ഓക്കെ, നോ പ്രോബ്ലം, പറഞ്ഞോട്ടെ. അതല്ല ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യം മതേതരത്വമല്ലേ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ ഇന്ത്യ? അല്ലല്ലോ. ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടല്ലേ സഹോദരന്മാരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്, ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തത് അല്ലേ? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ പരസ്പരം തോളോട് തോൾ തിരുമ്മി നിന്നുകൊണ്ടാണ് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പൊ ആ ഐക്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാനല്ലേ വേണ്ടത്. എന്താണ് പരസ്പരം നമ്മൾ ഭിന്നത ഉണ്ടാക്കുന്നത്, കച്ചറ ഉണ്ടാക്കുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ വർഗീയത ഒഴിവാക്കുക. എല്ലാ മതവിഭാഗങ്ങളും വർഗീയത ഒഴിവാക്കണം. പിന്നെ ഉദ്യോഗ രംഗത്തും മറ്റൊക്കെ അഴിമതി ഒഴിവാക്കുക. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കുന്നല്ല, പക്ഷെ എനിക്ക് പറയാലോ. ഈ ഭാഷാപരമായ വ്യത്യാസം ഇത് നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും അധികം കാണുന്നത് അല്ലേ? ഓരോ സ്റ്റേറ്റിലും ഓരോ ഭാഷ. അപ്പോൾ നോക്കൂ, നിങ്ങൾ സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒറ്റ ഭാഷ അറബി. അമേരിക്കയിൽ പോയാൽ നമുക്ക് ഇംഗ്ലീഷ് മതി, വേറെ ഒരു ഭാഷയും വേണ്ട. ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ ഭാഷ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇനി വ്യത്യസ്ത ഭാഷകൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരു ആമായ ഒരു ജനറൽ ആയൊരു ഭാഷ ഉണ്ടാകും. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. നമുക്കൊരു കർണാടകക്കാരനെ കണ്ടാൽ, ഒരു യു പിക്കാരനെ കണ്ടാൽ, ഒരു ആസാമിയെ കണ്ടാൽ, എന്തിനൊക്കെ ഒരു തമിഴ്നാടുകാരനെ കണ്ടാൽ പോലും നമുക്ക് ശരിക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. ഈ ഭാഷാ തടസ്സം ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും ഒരു ഏകീകരണ ഭാഷ ഉണ്ടായിരിക്കണം. അത് ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ നമുക്കും ഇപ്പം ഞാൻ പഠിക്കാൻ കഴിയില്ല, നമ്മളതൊക്കെ കാലം കഴിഞ്ഞു പോയി. ചെറിയ കുട്ടിപ്രായത്തിൽ LKG മുതൽ തന്നെ ഒരു ഏകീകൃത ഭാഷ എല്ലാവർക്കും പഠിപ്പിക്കണം. അത് ഏത് ഭാഷ എന്ന് ഞാൻ പറയുന്നില്ല, സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവർക്കും സംസാരിക്കാൻ കഴിയണം. അപ്പൊ ഈ ഭാഷാ ഐക്യം, അതുപോലെ തന്നെ മതപരമായ ഐക്യം, ഇതൊക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നല്ല സുഖകരമായ വളർച്ചയ്ക്ക്. ഇതാണ് എനിക്ക് സാന്ദർഭികമായി അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഐ ലവ് മുഹമ്മദിനെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഇത് തന്നെ. മുഹമ്മദ് നബി എന്താണോ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് തന്നെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.